സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഗ്ലാസ് ഹീറ്ററിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നിലവിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണാം. ഇൻക്യുബേറ്ററിനെ കുറിച്ച് വിഷയമായതിനോട് മറ്റുള്ളവരത് കണ്ടിട്ട് കാര്യമില്ല, നിങ്ങളെ സമയം കളയണ്ട എന്നുള്ളതുകൊണ്ടാട്ടോ. ഈ ഗ്ലാസ് ഹീറ്റർ മെറ്റൽ ബോഡിയുള്ള ഏത് ഹീറ്ററിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ്. കാരണം ഹീറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ഇൻക്യുബേറ്ററിൻ്റെ ബോഡിയിൽ കറണ്ട് വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെയുള്ള വിഷയങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. പിന്നെ മെറ്റൽ ബോഡിയുള്ള ഏത് ഹീറ്ററിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്കിതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കിതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ഇൻക്യുബേറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഹീറ്ററുകൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ സ്ട്രിപ്പ് ഹീറ്റർ കാണാം. ഇത് സ്ട്രിപ്പ് ഹീറ്ററാണ്. ഇത് മെറ്റൽ ബോഡിയാണ് വരുന്നത്. അതുപോലെ ഇത് ഹീറ്റിംഗ് എലമെൻ്റ് ആണ്. ഇതിലും വരുന്നത് മെറ്റൽ ബോഡിയാണ്. ഇതിനൊക്കെ ഉള്ളൊരു പ്രശ്നം, നമ്മൾ ഇൻക്യുബേറ്റർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാലും ചൂട് കൂടുന്നതായിട്ട് കാണലുണ്ട്. അത് ഈ ബോഡി, ഹീറ്ററിൻ്റെ ബോഡി ചൂടായിട്ട് വരുന്ന ഹീറ്റാണ്. ഹീറ്റായി നിൽക്കുമ്പോൾ ഫാൻ എയർ ഫ്രണ്ടിലേക്ക് തള്ളുമ്പം പിന്നെയും ചൂട് കൂടിയിട്ട് വരും. അതുപോലെ തന്നെയാണ് ഈ ഹീറ്ററിൻ്റെ അവസ്ഥ. ഇത് കുറച്ച് ഹെവി ഒരു ഹീറ്ററാണ്. ഈ മെറ്റൽ ബോഡിയുള്ള ഏത് ടൈപ്പ് ഹീറ്ററിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ ഇത് ബോഡി ഹീറ്റ് ആകുന്ന ഒരു പ്രശ്നം. രണ്ടാമത്തെ വിഷയം, എന്തെങ്കിലും കാരണവശാൽ ഈ ഹീറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് ഇതിൻ്റെ ബോഡിയിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ, ചിലർ ഇത് ഇൻക്യുബേറ്റർ നിർമ്മിക്കുമ്പം ഇൻക്യുബേറ്ററിൻ്റെ ബോഡിയായിട്ട് ടച്ച് ചെയ്തിട്ട് ഹീറ്റർ സെറ്റ് ചെയ്യും, ഞെട്ടും ബോൾട്ട് ഇട്ടിട്ട്. അങ്ങനെ വരുമ്പോഴും പ്രശ്നമാണ്, ബോഡിയിൽ കറണ്ട് വരും. അതിൽ നിന്നൊക്കെ ഒരു എല്ലാ നിലക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഗുണമാണ് ഈ ഹീറ്റർ. ഇത് വരുന്നത് ഗ്ലാസ്സാണ്, അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള ഗ്ലാസ്സാണ്. ഇതിനകത്താണ് ഇതിൻ്റെ സ്പ്രിങ് വരുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഈ ഹീറ്റർ ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ ഗ്ലാസ്സിൽ കറക്റ്റ് അതിനൊരു ബ്രാക്കറ്റ് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്താവുന്നില്ല, മിഷൻ്റെ ബോഡിയിൽ കറണ്ട് വരുന്ന പ്രശ്നമില്ല. ഈ ഹീറ്ററിലേക്ക് സപ്ലൈ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഹീറ്റർ ചൂടാകുകയും, അതുപോലെ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഫാനിൻ്റെ കാറ്റ് കൃത്യമായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഗ്ലാസ് കൂളാവുകയും ചെയ്യും. അപ്പോൾ ഓവർ ഹീറ്റ് വരുന്ന പ്രശ്നമില്ല. പ്രത്യേകിച്ച് പുതുതായി ഇൻക്യുബേറ്റർ ചെയ്യുന്നവർക്കൊക്കെ ഈ ഗ്ലാസ് വളരെ യൂസ്ഫുള്ളാണ്. മെറ്റൽ ബോഡി ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചൊക്കെ ബാലൻസ് ചെയ്ത് ടെമ്പറേച്ചർ സെറ്റാക്കി വെക്കണം. ഇതാകുമ്പോൾ നേരെ വെച്ച് കൊടുത്താൽ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.